തൃശ്ശൂർ പൂരം അങ്ങനെ വലിയ ആവേശത്തിൽ പോവുകയാണ്. എന്തായാലും വലിയ ജനത്തിരക്ക് ഇങ്ങോട്ടേക്ക് അനുഭവപ്പെടുന്നു. പല പല കൂട്ടമായി വരുന്നു. അങ്ങനെ എത്തിയ ഒരു സംഘമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ടീഷർട്ടൊക്കെ ധരിച്ച് ഞങ്ങൾ സംഭവ സ്ഥലത്ത് നിന്നും സിനിമയുടെ പ്രവർത്തകരാണ്, അണിയർ പ്രവർത്തകരാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂർ പൂരം കാണാറിറങ്ങാമെന്ന് വിചാരിച്ചു. തൃശ്ശൂർ തന്നെയാണ് കൂടുതലും ഷൂട്ട് നടത്തിയിട്ടുള്ളത്. തൃശ്ശൂർക്കാർ തന്നെയാണ് പടത്തിൽ കൂടുതലുള്ളത്. എങ്ങനെ പൂരത്തിന്റെ ആവേശം എത്രത്തോളം ഉണ്ട്? പിന്നെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഓരോ മഠത്തിൽ വരവൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് നീങ്ങിയൊക്കെയാണ്. ബാക്കി ഇവിടെ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ നീങ്ങിയിട്ടുള്ള ആൾക്കാർ. തൃശ്ശൂർ പൂരം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? പിന്നെ ഏതാ ഇഷ്ടപ്പെട്ട ഇവന്റ് ഇതിനകത്ത്? കൂടമാറ്റം തന്നെ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇക്കൊല്ലം നമ്മൾ സ്പെഷ്യലാണ്. നമ്മുടെ സിനിമയും കൂടി ഇറങ്ങാൻ പോണ വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി സിനിമയായിട്ട് തൃശ്ശൂർ പൂരം ആഘോഷിക്കാൻ വേണ്ടി വന്നേക്കാണ്. പൂരത്തിനൊക്കെ ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. സസ്പെൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റി പറയില്ല. പൂരം അടിപൊളിയാക്കണം. നമ്മുടെ സിനിമയുടെ ഒരു സംഭവമായിട്ട് വന്നിട്ടാണ് ഞങ്ങൾ സിനിമ ഇതായിട്ട് വരിക. പൂരം അടിപൊളിയാക്കുക എല്ലാവരും. എങ്ങനെ ഉണ്ടാവും പൂരക്കുറി? ഒരു പൂരത്തിനേക്കാളും നേരത്തെ ഞങ്ങൾ വല്ല പൂരം തകർക്കും എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. ആ പൂരത്തിനോടൊപ്പം ഞങ്ങളുടെ സിനിമയും വിജയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിൽ പാട്ട് പാടിയിട്ടുള്ളവരുണ്ട്. അഖിലേഷ് പാട്ട് പാടിയിട്ടുള്ളതാണ്. അതുപോലെ പ്രമോദേട്ടൻ, ഇവരൊക്കെ സിനിമകളിലുള്ളവർ തന്നെയാണ്. പുതിയ ആൾക്കാരാണെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ പൂരം ആഘോഷിക്കുന്നതിനൊപ്പം സിനിമയും ആഘോഷിക്കുന്നു എന്ന് മാത്രം. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് പലരും ഈ സിനിമയുടെ പ്രൊമോഷനായി എത്തുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾക്കെല്ലാമായി എത്തുന്ന ആളുകളുണ്ട്. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ചെറുപൂരങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ട് തെക്കേ നടയിലേക്ക് ഇറങ്ങിത്തുടങ്ങും. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂർ ഉള്ളത്.